മുക്തി അല്ലെങ്കിൽ മോക്ഷം അല്ലെങ്കിൽ നിർവ്വാണം കിട്ടാൻ എത്ര വർഷങ്ങളെടുക്കും? സാധാരണ എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമാണ്. ഇതിനുത്തരം എന്ന് പറയുന്നത് ബുദ്ധൻ പറഞ്ഞത് 7 ദിവസം മുതൽ 7 വർഷത്തിനുള്ളിൽ അദ്ദേഹം പറഞ്ഞ രീതിയിൽ നിങ്ങൾ അഭ്യസിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും 7 വർഷത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് മുക്തി ലഭിക്കും. അതായത് ഒന്നില്ലെങ്കിൽ അർഹന്തൻ എന്ന് പറയുന്ന ഏറ്റവും ഉയർന്ന അവസ്ഥയെത്തും, അല്ലെങ്കിൽ അനാഗാമി എന്ന് പറയുന്ന അവസ്ഥയെത്തും. ഇങ്ങനെ 7 ദിവസം മുതൽ 7 വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മുക്തി ലഭിക്കും. എപ്രകാരം ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള രീതിയിൽ നമ്മൾ അഭ്യസിക്കുകയാണെങ്കിൽ, അദ്ദേഹം പഠിപ്പിച്ചിട്ടുള്ള ധ്യാനങ്ങൾ നമ്മൾ അഭ്യസിപ്പിക്കുകയാണെങ്കിൽ, അദ്ദേഹം പഠിപ്പിച്ചിട്ടുള്ള വഴി നമ്മൾക്ക് അതേപോലെ തന്നെ നമ്മൾ അഭ്യസിക്കുകയാണെങ്കിൽ. പക്ഷേ ഇന്ന് പലരും ബുദ്ധൻ പഠിപ്പിച്ചിട്ടുള്ള വഴി അഭ്യസിക്കാറുണ്ട്. വിപശ്യന അതേപോലെ തന്നെയുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അതുകൂടാതെ ആനാപാന എന്ന് പറയുന്ന കാര്യങ്ങളും ബാക്കിയെല്ലാം ചെയ്യാറുണ്ട്. പക്ഷേ വർഷങ്ങളായിട്ടും 10-20 വർഷം ആയിട്ടും ചെയ്തിട്ടും ഒന്നും കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾ ചെയ്യുന്നതിൽ എന്തോ തെറ്റുണ്ട് എന്നുള്ള കാര്യം ആണ് നമ്മൾ ആലോചിക്കേണ്ടത്. കാരണം ശരിയായിട്ടുള്ള വഴി എന്നേ ലുപ്തമായി. അപ്പോൾ എങ്ങനെയാണ് ശരിയായിട്ടുള്ള വഴി എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ ഇത്ര വർഷം പ്രയത്നിച്ചിട്ടും അഭ്യാസം ചെയ്തിട്ടും മുക്തി കിട്ടിയിട്ടില്ല എങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ വീണ്ടും എന്താണതിൽ തെറ്റ് എന്ന് പറഞ്ഞാൽ അന്വേഷിക്കണം. പുതിയ വഴികളെക്കുറിച്ച് അന്വേഷിക്കണം. നമ്മൾക്ക് ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്, അതായത് ഇത്ര വർഷം അഭ്യസിച്ചിട്ടും ഒട്ടും നമ്മുടെ മനസ്സ് അതേപോലെ തന്നെ പുതിയൊരു പേഴ്സണാലിറ്റി നമ്മൾക്ക് ഉണ്ടാകുന്നില്ല എങ്കിൽ, നമ്മുടെ വ്യക്തിത്വ വികാസം ഉണ്ടാകുന്നില്ല എങ്കിൽ, നമ്മൾ പഴയതുപോലെ തന്നെ രാഗദ്വേഷ മോഹാദികൾക്ക് അടിമപ്പെട്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ പിന്തുടരുന്ന വഴിക്ക് എന്തോ പ്രശ്നമുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ശരിയായിട്ടുള്ള വഴിയാണെങ്കിൽ ബുദ്ധൻ പറഞ്ഞിട്ടുള്ള ധർമ്മത്തിൻ്റെ ഒരു ക്വാളിറ്റിയാണ് അകാലികോ, അതായത് കാലമില്ല, ഉടൻ തന്നെ നമ്മൾക്ക് ഫലം കിട്ടുന്നതാണ്. ഈ ജന്മത്തിൽ തന്നെ മുക്തി കിട്ടുന്നതാണ്. അതും 7 ദിവസം മുതൽ 7 വർഷങ്ങൾ വരെ. അതിന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പലതരം ധ്യാനങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടി വരും. അതിലൊന്നാമത്തെ ധ്യാനം എന്ന് പറയുന്നത് മൈത്രി ധ്യാനമാണ്. അതുകൂടാതെ 24 മണിക്കൂറും നിങ്ങൾ ഇതിൽ തന്നെ, ഈ അവസ്ഥയിൽ തന്നെ നിൽക്കാൻ നിങ്ങൾ ശ്രമിക്കണം. അതെങ്ങനെയാണ്? അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ശരിയായിട്ടുള്ള ഒരു ഗുരുവിൻ്റെ ശിക്ഷണത്തിൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് ലഭിക്കും. കൂടുതൽ ഇത്തരം വീഡിയോകൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കുക.